Watch full episodes on Jio Hotstar. അപ്പൊ ആ കാര്യം അറിഞ്ഞില്ലേ? രാവിലെ മുതലേ രുദ്രെ കാണുന്നില്ല. സൺ സിറ്റിയുടെ 3 പ്ലേയേഴ്സിനും വളരെ മോശമായി പരിക്ക് പറ്റിയിരിക്കുകയാണ്. ഇപ്പൊ അവരുടെ ടീമിൽ ഒരൊറ്റ പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ. സൺ സിറ്റി ടീം ഇതുവരെ ഒരു ഗോൾ പോലും സ്കോർ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഇപ്രാവശ്യം കാൾ സിറ്റിയാണ് ചാമ്പ്യൻഷിപ്പ് അടിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. കാൾ സിറ്റി ടീം, നിങ്ങൾ ചെയ്യുന്ന ചീറ്റിംഗ് ആണ്. റൂൾസ് ഫോളോ ചെയ്ത് കളിക്കേ. കാൾ സിറ്റിക്കും സൺ സിറ്റിക്കും നടുവിൽ വെറും സക്സസും ഫെയിലിയറും മാത്രമേ ഉണ്ടാവൂ. വേറെ ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല. പുറകെ വരുന്നവരെ പറ്റിക്കാൻ എന്റെ കയ്യിൽ ഒരു സൂത്രമുണ്ട്. ജന്തർ മന്തർ കാളിക്കലാന്തർ ചൂ. ഇപ്പൊ സൺ സിറ്റി ടീം മെമ്പർ അവരുടെ ഗോൾ പോസ്റ്റിൽ തന്നെ ഗോൾ അടിച്ചിരിക്കുകയാണ്. കാൾ സിറ്റി ഇപ്പൊ വിജയിക്കാൻ വെറും ഒരു ഒറ്റ ഗോൾ മാത്രം മതി. ഇപ്പോൾ ദൈവത്തിന് മാത്രമേ സൺ സിറ്റി രക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഹലോ സർ മെജസ്റ്റിക്കോ, സർ മെജസ്റ്റിക്കോ, ഹലോ ഹലോ. എന്ത്, തനിച്ച് മീറ്റ് ചെയ്യണമെന്നോ സംസാരിക്കണമെന്നോ? ശരി, ഓക്കെ, ഞാൻ വരാം.
ഹലോ സാർ മെജസ്റ്റിക്കോ, എന്തു പറ്റി? ലോകമെമ്പാടുമുള്ള മെജീഷ്യൻസ് കാണാതെ പോവുകയാണ്. അവരൊക്കെ എങ്ങോട്ട് പോയി, അവർക്ക് എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല. അതാദ്യം കണ്ടുപിടിക്കുക, എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നൊരു കാര്യം, വളരെ അലേർട്ടായിരിക്കണം. ഓക്കെ സാർ മെജസ്റ്റിക്കോ, ഞാൻ ഉടനെ അത് കണ്ടെത്താം. ഹോലാരെ ഹോല, ഞാനാണ് സപ്പോല. ഷാക്കാൽ ഒന്നും ശരിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. Myra, Varun, Very Bob! എന്റെ അമ്മേ!
മുത്തശ്ശ വരൂ, നമ്മൾ ആരുടെ കണ്ണിലും പെടാതെ ആ സിറ്റിയുടെ അകത്തേക്ക് പോവാം. ആ സിറ്റിയിലേക്ക് പോകുന്ന അത്ര എളുപ്പമാണെങ്കിൽ എല്ലാവരെയും താനെയുള്ള ആ ഗേറ്റ് വഴി കൊണ്ടുപോവില്ലായിരുന്നു. ഇവിടെ എന്തോ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. മുത്തശ്ശ, ഈ സിറ്റിയുടെ മുകളിൽ കൂടി ആർക്കും അകത്തേക്ക് പോകാൻ കഴിയില്ല, സൈഡിൽ കൂടിയും പോകാൻ കഴിയില്ല. അതെ രുദ്ര, നീ പറഞ്ഞത് ശരിയാ. പക്ഷേ നമുക്ക് അകത്ത് കടന്നല്ലേ പറ്റൂ. നമ്മൾ ആ പ്രൊട്ടക്ഷൻ വാൾ കടന്നു വേണം അകത്ത് ചെല്ലാൻ. ഒന്നിനു പുറകെ ഒന്നായി ആസ്റ്ററോയിഡ്സ് ഏറ്റുമുട്ടുമ്പോൾ ആ പ്രൊട്ടക്ഷൻ വാളിൽ ഒരു ചില സമയത്തേക്ക് ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പ് യൂസ് ചെയ്ത് വേണം നമ്മൾ അകത്തേക്ക് കടക്കാൻ. ഞാൻ പറയുന്ന പ്ലാൻ ശ്രദ്ധിച്ചു കേൾക്ക്. ഓരോ ആസ്ട്രോയിഡ്സിലും കുറച്ച് സ്ഥലം ബാക്കിയുണ്ടാകും. അതിൽ കയറി വേണം നമ്മൾ ട്രാവൽ ചെയ്യാൻ. മുന്നിൽ കാണുന്ന ആസ്ട്രോയിഡ്സ് ഉണ്ടല്ലോ, അത് റെഗുലറായി ഇങ്ങനെ ചുറ്റി വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് മനസ്സിലായില്ല മുത്തശ്ശ. രുദ്ര, നീയും മായറിയും ഒരു ആസ്ട്രോയിഡിനകത്ത് നിൽക്കൂ. റംഗീലയും വരണം രണ്ടാമത്തതിൽ, മൂന്നാമത്തതിൽ ഞാനുണ്ടാകും. നിങ്ങളുടെ കൈകളുടെ മൂവ്മെന്റ്സ് വെച്ച് ഈ ആസ്ട്രോയിഡിനെ എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാൻ പറ്റും. നമ്മുടെ പ്ലാൻ ഇതാണ്. രുദ്ര പിന്നെ റംഗീല, നിങ്ങൾ ഏതെങ്കിലും ഒരു ആസ്ട്രോയിഡിനകത്ത് കയറി അത് ലീഡ് ചെയ്യൂ. മറ്റുള്ള ആസ്ട്രോയിഡ്സിന് പ്രൊട്ടക്ഷൻ വാളിന്റെ നേരെ കൊണ്ടുപോകൂ. ലാസ്റ്റ് മൂവ്മെന്റിൽ സൈഡ് വഴി അകത്തേക്ക് കടക്കണം. അവരേറ്റുമുട്ടട്ടെ. അങ്ങനെ സംഭവിക്കുമ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് അകത്ത് കിടക്കും. അപ്പൊ ഞങ്ങളോ? ഒരു പ്രാവശ്യം ഞാൻ അകത്ത് കടന്നാൽ നിങ്ങൾ അകത്തേക്ക് കൊണ്ടുവരാനുള്ള വഴി ഞാൻ കണ്ടെത്തും. എല്ലാവർക്കും ഒന്നിച്ചകത്തേക്ക് പോകാൻ പറ്റില്ല. ആ ഗ്യാപ്പ് പെട്ടെന്ന് ക്ലോസ് ആയി പോവും. റെഡി മൈറ? റംഗീല, മേലോട്ട് പോ. Oh no! രുദ്ര, ഞാനിതാ വരുന്നു. മുത്തശ്ശ, ഇവനെ എടുത്തോണ്ട് പോ. അല്ല, ഞാൻ എന്തായി കാണുന്നേ? രുദ്ര, മുത്തച്ഛനെ രക്ഷിക്ക. നമ്മൾ എന്ത് ചെയ്താലും ഇപ്പൊ കുടുങ്ങി പോവും. നന്നായിട്ട് ആലോചിച്ച് പ്ലാൻ ചെയ്ത് നമുക്ക് അറ്റാക്ക് ചെയ്യാം. ജയ്സിംഗ് ചൗഹാൻ, ഞാൻ ഡോങ്ക്രിയിലെയാണ്. ഈ യൂണിവേഴ്സിന്റെ ഏറ്റവും വലിയ, ഏറ്റവും പവർഫുൾ ആയ മജീഷ്യൻ.
ഭൂമിയിലുള്ള മെജീഷ്യൻസിൽ വെച്ച് ഏറ്റവും നല്ല മെജീഷ്യൻ നീയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ വീട്ടിൽ രംഗീല ചില്ലി എന്ന് പേരുള്ള 2 ജോലിക്കാരുണ്ട്. പിന്നെ നിന്റെ ഒരു ഗ്രാൻഡ് സൺ രുദ്രയുമുണ്ട്. ഇത്രയൊക്കെ ഇൻഫർമേഷൻ നിനക്ക് ആരാ തന്നത്? ഞാൻ മാജിക്, ഞാൻ മായാജാലം. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷക്കാൽ. ഓ, അപ്പൊ ഈ കാര്യത്തിൽ നീ ഇവനെ സഹായിക്കായിരുന്നു അല്ലേ? ഞാൻ ടൈമിന്റെ കൂടെയാണ്. ജയ്സിംഗ് ചൗഹാൻ, ഇത് ഡോംഗ്ലീലയുടെ സമയമാണ്. അവനെ പോലെ ശക്തിമാനായ ഒരു മജീഷ്യനെ ഇതുവരെ ഞാൻ കണ്ടിട്ടേയില്ല. അവൻ എന്റെ ഫ്രണ്ട് ഒന്നുമല്ല. അവൻ നിന്നെ പോലെ ഒരു തടവുകാരനായി ഇങ്ങോട്ട് വന്നതാണ്. പക്ഷേ അവനൊരു ബുദ്ധിമാനാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് അവൻ മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് നീ എന്താണ് വിചാരിക്കുന്നത്. എനിക്ക് നല്ല പവർഫുൾ പിന്നെ ബുദ്ധിമാന്മാരായ മെജീഷ്യൻസ് ആവശ്യമാണ്. നീ ഇതൊക്കെ എന്തിനാ ചെയ്യുന്ന ഡോംഗ്രീല? ഞാൻ ലോകമെമ്പാടുമുള്ള മെജീഷ്യൻസിനെ എന്റെ ഈ ഡോംഗ്രീല സിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഞാൻ കൊന്നൊടുക്കും. പിന്നെ നമ്മളെല്ലാവരും മെജീഷ്യൻസ് ഭൂമിയെ ഭരിക്കുന്നതായിരിക്കും. നമ്മുടെ മാജിക്കൽ വേൾഡ് നമുക്ക് നിർമ്മിക്കാം. അവിടെ നമുക്ക് മനുഷ്യരെ കൊണ്ട് ഒരിക്കലും ഒരു അപകടവും ഉണ്ടാവില്ല. മനുഷ്യരെ കൊണ്ട് നമുക്ക് ഒരു അപകടവും സംഭവിക്കില്ല. അവർ അവരുടെ ജീവിതം ജീവിക്കുന്നു, നമ്മൾ നമ്മളുടേതായതും. പിന്നെ നീ എന്തിനാണ് അവരെ കൊല്ലണമെന്ന് വിചാരിക്കുന്നത്? ആവശ്യമുണ്ട്, വളരെ ആവശ്യമുണ്ട്. അവരെല്ലാവരും അവിടെ ഉള്ളതുവരെ നമുക്കൊരു സേഫ്റ്റിയുമില്ല. ഒരു സമയത്ത് എന്റെ ജീവിതം മനുഷ്യരാണ് കലക്കി മറച്ചത്. അവർ ചതിയന്മാരാണ്, രഹസ്യമായി പോരാടുന്നു, നേരിൽ വരുന്നുമില്ല. ഫേസ് ടു ഫേസ് വന്നിരുന്നുവെങ്കിൽ ഓരോരുത്തരെയും ഞാൻ കൊന്നൊടുക്കുമായിരുന്നു. അവർ വളരെ തന്ത്രപൂർവ്വം എന്റെ ടോട്ടൽ ഏരിയയും നശിപ്പിച്ചു. മൗസ് കാണിക്കേ. ശരി മാസ്റ്റർ. മനുഷ്യൻ കാരണമില്ലാതെ ആരെയും ഒരിക്കലും അറ്റാക്ക് ചെയ്യില്ല. തീർച്ചയായിട്ടും നീ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ അതും കാണിക്കേ. എന്റെ മാസ്റ്ററിനെ നിങ്ങൾ അപമാനിക്കുകയാണോ? നോക്ക് എന്റെ മാസ്റ്ററിന്റെ പവർ എന്താണെന്ന്. ഞങ്ങൾക്കറിയില്ല. നിങ്ങളൊക്കെ എവിടെയുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഈ കാടും മലയൊക്കെ ചുറ്റി കറങ്ങാൻ വന്നതാ. പക്ഷെ നിങ്ങൾ ഞങ്ങളെ പിടിച്ചുകൊണ്ട് വന്നു. ദയവിത് ഞങ്ങളെ വിട്ടേക്കും. ശരി, ഓക്കെ, ചെല്ല്. നീ എന്താ കാണിച്ചത്? അപ്പോ അതാണല്ലേ പ്രശ്നം. നിരപരാധിയായ ജനങ്ങളെ നീ ഇങ്ങനെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും മറുപടി നൽകും. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നീയാണ്. ഇല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവര് ചെയ്തതാണ് തെറ്റ്. നീ ഇപ്പൊ ഡിസൈഡ് ചെയ്ത് പറ. നീ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു അല്ല അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു? പക്ഷെ ഞാൻ ആ ഭൂമിയിലുള്ള മനുഷ്യന്മാരെ ഓരോരുത്തരെയും പച്ചക്ക് കത്തിച്ച് ചാമ്പലാക്കും. അതുപോലെ തന്നെയാണ് അവർ എന്റെ ഏരിയയും നശിപ്പിച്ചത്. ഞാൻ ഇവിടെ ഉള്ളതുവരെ നീ ആരെയും കത്തിച്ച് ഭസ്മമാക്കാൻ പറ്റില്ല. ഇബൈസ്ക സിബൈസ്ക പുഷ്ടിനോ. ഡോംഗ്രീലയുടെ ലീലകൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഏത് സമയത്ത് ഇവിടെ ഒരു മെജീഷ്യൻ വന്നാലും ശരി, അവന്റെ മാജിക്കൽ പവേഴ്സ് എല്ലാം അവനെ വിട്ടു പോകുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരുടെ പവേഴ്സും ഒരു പവർ ടാങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുള്ള സമയം വരുമ്പോൾ അത് ഞാൻ അവർക്ക് തിരിച്ചു നൽകും. അത് ആവശ്യമുണ്ടെന്ന് അറിയുമ്പോൾ അത് ഞാൻ നിനക്ക് വിട്ടുതരും. എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ആരും നിനക്കെതിരായി പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങനെ ചെയ്തത്. ഞങ്ങൾ നിന്റെ അടിമകളാക്കാൻ ശ്രമിക്കുകയാണല്ലേ? നീ പറഞ്ഞത് ശരിയാണ്. ആലോചിച്ച് പറ, നീ എനിക്ക് സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ? ഒരുപാട് സമയമുണ്ട്. മാജിക്കൽ പവേഴ്സ് ഇല്ലാതെ നീ ഒന്നുമല്ല. ജയ്സിംഗ് ചൗഹാൻ, കൊണ്ടുപോയവനെ. ഒരു മിനിറ്റ്. രുദ്ര എവിടെ പോയിരിക്കുകയാണ്? അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ജനങ്ങളെ ഫോളോ ചെയ്ത് ഇവിടെ എത്തി. ഡോംഗ്ലീന, രുദ്രയെ നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടാത്തത് വരെ നമ്മെ അപകടം കാത്തിരിക്കുകയാണെന്ന് ഓർക്കണം.
അവൻ കാണാൻ ചെറിയൊരു ബാലകനാണ്, എന്നാൽ മാജിക്കിന്റെ കാര്യത്തിൽ അവൻ വളരെ വലിയവനാണ്. രുദ്രയെ കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡോങ്ക്രീലയാണ്. ഡോങ്ക്രീല, യൂണിവേഴ്സിലെ ഏറ്റവും ശക്തനായ മജീഷ്യൻ. Watch India's largest kids library only on Jio Hotstar. Download the app now.